ഇപ്പൊ ക്ലിപ്പിങ്ങിന്റെ കാലം അതിന്റെ ബാക്കി കേൾപ്പിക്കാതെ പേടിച്ചിട്ട് പറയാനിട്ടാണ് മാത്രം മുറിച്ചു കേൾപ്പിക്കുമെന്ന് അറിയില്ല. പിന്നെ ആരെങ്കിലും ആരെ പേടിച്ചിട്ട് എന്നറിയോ? ഈമാനില്ലാത്തവരെ പേടിച്ചിട്ട്. അതിന്റെ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇത്തമിറു വതനഹു ഹത്താ ഇദാ റഅയ്ത ശുഹം മുതാഅൻ വദുന്യാ മൂതറതൻ വഹവം മുത്തബഅൻ വയജാബ കുല്ലി ദീ റൈഇൻ ബിറൈഹി ഫഅലൈക നഫ്സക വദഅ അംറൽ അവാം ഫഇന്ന വറാഅക അയ്യാമസ് സബ്രി. ഓ അബൂ സഅലബത്തുൽ ഖസ്രി, ക്ഷമിച്ചു നിൽക്കേണ്ട ഒരു കാലമുണ്ട്. നിങ്ങളെ സ്വന്തം കാര്യം നോക്കിയാൽ മതി, ജനങ്ങളോട് നല്ലത് പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനത്തെ ഒരു കാലം വരാനുണ്ട്. ആ കാലത്തിന്റെ പ്രത്യേകത എന്താണ്? അന്ന് അന്ന് അനുസരിക്കപ്പെടുന്ന അങ്ങേയറ്റത്തെ ലുബ്ധതയാണ്. എത്ര പറഞ്ഞാലും 5 പൈസ കൊടുക്കൂല, അതൊരു ലുബ്ധതയാണ്. ഷാഫി ഇമാം തങ്ങൾ പറഞ്ഞു, എന്ത് വലാ തർജു സമാഹത മിൻ ബഖീലി ഫമാ ഫിന്നാരി ലിൽഅംആനി മാഊ. കടുത്ത ബഖീലിൽ നിന്ന് എന്തെങ്കിലും സംഭാവന ഇട്ട് വെച്ചിട്ട് നിങ്ങൾ ഭയപ്പെട്ടിട്ട് ഒരു കാര്യമില്ല കേട്ടോ. എന്തേ? തീയിൽ നിന്ന് വെള്ളം കിട്ടൂല, തീയിൽ നിന്ന് വെള്ളം കിട്ടൂല. നിങ്ങൾ എത്ര കുത്തിപ്പിഞ്ഞാലും തീയിൽ വെള്ളം കിട്ടൂല. ഇതുപോലെ ചില ബഖീലന്മാരും എത്ര കേട്ടാലും അന്വേഷിച്ച് കളവൂല. സുബ്ഹാനല്ലാഹ്. അതൊന്ന്. എന്നാൽ അതിനേക്കാളൊക്കെ വലിയൊരു ബഖീലുണ്ട്, ഏറ്റവും വലിയ ബഖീൽ. അതാരാ? ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ കീശയിലുള്ളത് കൊടുക്കാൻ ഞാൻ മടിക്കൽ സ്വാഭാവികമാണ്. എന്റെ പൈസ കിട്ടുമെന്നുള്ള പേടിയുണ്ടാവും. എന്നാലും നിങ്ങൾ സംഭാവന കൊടുക്കുന്നതിന് എനിക്കെന്താ വിഷമം? വേറൊരുത്തന്റെ പൈസ കൊടുക്കുന്നതിന് എനിക്കെന്തിനാ വിഷമം? എന്നാലും ചിലപ്പോ അയാളെ കീശയുന്നത് എളിപ്പോയാൽ പിന്നെ എനിക്ക് കിട്ടാണ്ടായി പോകുന്നുള്ളൊരു പേടി ഉണ്ടാവും. പടച്ചവന്റെ മേൽ തവക്കുലില്ലാത്ത ആളുകൾക്ക്. അത് പിന്നെ അങ്ങളെപ്പോയാൽ പിന്നെ എനിക്ക് കിട്ടാണ്ടായി പോകും. അങ്ങനെയാണ് ഈ സ്ഥാപനക്കാരൊക്കെ തമ്മിൽ മത്സരം തുടങ്ങുക. എന്റെ സ്ഥാപനത്തിന് കുറഞ്ഞു പോകും, മറ്റേ സ്ഥാപനത്തിന് കൊടുത്താൽ ഇങ്ങനെയൊക്കെയുള്ള ചിരുന്നുണ്ടാവും. എന്നാൽ അതിനേക്കാളൊക്കെ വലിയ ബഖീലാരാന്നറിയോ? കൊടുത്താൽ തീരാത്ത, ആർക്കാണ് കൊടുക്കേണ്ടത് എന്ന് ഏറ്റവും നന്നായി അറിയുന്ന, കൊടുത്താൽ തീരാത്ത ഖജനാവിന്റെ ഉടമസ്ഥനായ അല്ലാഹ്. ആ അല്ലാഹു തആല ഒരാൾക്ക് കൊടുക്കുന്നതിൽ ഇവന്റെ മനസ്സിലൊരു വിഷമം. അവനാണ് ലോകത്തെ ഏറ്റവും വലിയ ബഖീൽ. അല്ലാഹുവിന്റെ ഖജനാവ് അവൻ കൊടുക്കുന്നതിന് ഇവര് എന്തിനാ വിഷമം? സുബ്ഹാനല്ലാഹ്. ഒരാൾക്ക് അല്ലാഹു തആല നല്ല ഭംഗി കൊടുത്തു, അതിന് ഇവർക്ക് എന്തോ ഒരു വിഷമം. അയാൾക്ക് ഭംഗിയില്ലെന്ന് ഇവര് വിഷമം. വേറൊരാൾക്ക് അല്ലാഹു തആല നല്ല കാർ കൊടുത്തു, അപ്പൊ ഇവനൊരു വിഷമം, അയാൾക്ക് നല്ല കാറായിപ്പോയല്ലോ, ഒരു വല്ലാത്ത വിഷമം. വേറൊരുത്തർക്ക് അല്ലാഹു തആല നല്ലൊരു ബിൽഡിംഗ് കൊടുത്തു, അപ്പൊ ആ ബിൽഡിംഗ് കാണുമ്പോൾ ഇവനൊരു വിഷമം. അല്ലാഹു തആല ഒരാൾക്ക് നല്ല ഇൽമു കൊടുത്തു, അപ്പൊ ഇവനൊരു വിഷമം. ഒരാൾക്ക് അല്ലാഹു തആല നല്ല നേതൃപാഠവും കൊടുത്തു, അപ്പൊ ഇയാൾക്കൊരു വിഷമം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാൾക്ക് ജനങ്ങൾക്കിടയിൽ അംഗീകാരം കൊടുത്തു, അപ്പൊ ഇയാൾക്കൊരു വിഷമം. ഇതൊക്കെ കൊടുക്കുന്നവനാരാ? അല്ലാഹു തആല. അള്ള കൊടുത്തതിൽ ഇവനൊരു ദുർലുബ്ധത. പടച്ചവന്റെ ഖജനാവെന്ന് കൊടുക്കുന്നതിന് ഇവൻ ലുബ്ധിക്കേണ്ട ആവശ്യമുണ്ടോ? ഇവനാണ് അസൂയയുള്ളവൻ എന്ന് പറയുന്നത്. ഏറ്റവും വലിയ ലുബ്ധൻ അസൂയക്കാരനാണ്. വല്ലാത്തൊരു രോഗാണ് അസൂയ. അസൂയ ഉണ്ടാകുക ആരോടാന്ന് നിങ്ങൾ? തൊട്ടടുത്ത ആളുകളോട്. ദൂരമുള്ളവരോട് അസൂയ ഉണ്ടാവില്ല. ബോംബെയിലുണ്ട് ഒരു മുതലാളി, സുബ്ഹാനല്ലാഹ്, 400 കെട്ടിടമുണ്ട് ബോംബെയിലെ. അദ്ദേഹത്തിന് തന്നെ 150 കെട്ടിടമുണ്ട് UAE-യിലും കുവൈത്തിലുമുണ്ട്, ബഹ്റൈനിലുമുണ്ട്. അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് കെട്ടിടങ്ങളുണ്ട്, ഒരുപാട് വാഹനങ്ങളുണ്ട്. ഇപ്പൊ അദ്ദേഹം ഒരു കാർ എടുത്തിട്ടുണ്ട്. ആ കാറിന് എത്ര വില എന്നറിയുങ്ങൾ? സുബ്ഹാനല്ലാഹ്, $1000 കോടി അതിന്റെ വില. ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് എന്തും വിഷമമുണ്ടോ? ഒരു വിഷമമുണ്ടല്ലോ. ബോംബെയിലെ മുതലാളിക്കല്ലേ നമ്മളെ സ്വന്തം പോലെ അപ്പുറത്തെ ആപ്പുറക്കാരൊരു നല്ല കാർ എടുത്താലാ നമുക്ക് വിഷമുള്ളൂ. ദൂരമുള്ളവൻ എത്ര ഉണ്ടായ നമുക്കെന്താ? അങ്ങനല്ലേ മനുഷ്യന്റെ സ്വഭാവം. നേരെ മറിച്ച് ദൂരമുള്ളവർക്ക് എന്തുണ്ടാകും? നമ്മളെ കൂട്ടത്തിലുള്ളവർക്ക് ഉണ്ടാകുമ്പോൾ നമുക്ക് അസൂയ. തങ്ങന്മാർക്ക് അസൂയ ഉണ്ടാകുക തങ്ങന്മാരോടാന്ന് പറയും. തങ്ങൾ ക്ഷമിക്കണം, നിങ്ങളെ കൊണ്ടല്ല. അതുപോലെ തന്നെ നല്ല തങ്ങന്മാർക്കുണ്ടല്ല. ഒരു തങ്ങൾക്ക് പുരോഗതി ഉണ്ടാകുമ്പോൾ വേറൊരു തങ്ങൾക്ക് അസൂയ. ഒരു മുസ്ലിയാർക്ക് പുരോഗതി ഉണ്ടാകുമ്പോൾ വേറൊരു മുസ്ലിയാർക്ക് അസൂയ. പൊന്നേച്ചവടക്കാരന് ഉഷാറാകുമ്പോൾ പൊന്നേച്ചവടക്കാരന് അസൂയ. വെള്ളിക്കച്ചവടക്കാരന് ഉഷാറാകുമ്പോൾ വെള്ളിക്കച്ചവടക്കാരന് അസൂയ. അരിക്കച്ചവടക്കാരനോട് അരിക്കച്ചവടക്കാരന് അസൂയ. പച്ചക്കറി കച്ചവടക്കാരനോട് പച്ചക്കറി കച്ചവടക്കാരനോട് അസൂയ. മരക്കച്ചവടക്കാരനോട് പൊന്നേച്ചവടക്കാരനോട് അസൂയ കാര്യമായിട്ടുണ്ടാവില്ല.
മരക്കച്ചവടക്കാരനോട് അസൂയ. ഇങ്ങനെയാണ് സാധാരണ അസൂയയുടെ സ്വഭാവം അല്ലേ? നമ്മളെ വീട്ടിന്റെ മുന്നിൽ ഒരു വീട് നല്ല ഭംഗിയുള്ള വീടുണ്ടാക്കുന്നത് കണ്ടാല് നമ്മളേറ്റവും സന്തോഷിക്കല്ലേ വേണ്ടത്? കാരണം നമ്മളെ വീട്ടിൽ ഇരുന്നിട്ട് ആ ഭംഗിയുള്ള വീട് ഇങ്ങനെ കണ്ട് ആസ്വദിച്ചുകൂടെ? നമുക്ക് കാണുക എന്നുള്ളതൊരു രസമല്ലേ? അതുകൊണ്ടല്ലേ മനുഷ്യന്മാർ നല്ല പുഷ്പമൊക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ എന്തൊരു രസമാണത്. അപ്പൊ നല്ലൊരു വീട്, ഭംഗിയുള്ള വീട് നമ്മളെ വീട്ടിന്റെ മുന്നിൽ ഉണ്ടാക്കിയാൽ നമുക്ക് നല്ല സന്തോഷമല്ലേ വാസ്തവത്തിൽ വേണ്ടത്? നമ്മളെ വീട് എത്ര ഭംഗിയിൽ ഉണ്ടാക്കിയിട്ട് എന്താ കാര്യം? നമ്മളത് കാണണമെങ്കിൽ മുറ്റത്തിറങ്ങിയിട്ട് തിരിഞ്ഞു നോക്കണ്ടേ? നമ്മളെ വീട്ടിന്റെ നേരെ മുന്നിലെ വീട് നല്ല ഭംഗിയിലായാൽ ഉണ്ടാക്കി അന്വേഷിച്ച് നമുക്ക് മുതലുമില്ല, നമുക്ക് ഇങ്ങനെ കണ്ട് ആസ്വദിക്കില്ല. പക്ഷേ ആ വീട് ഉണ്ടാക്കുന്നതിനനുസരിച്ച് നമുക്ക് പ്രയാസം. ഇതിന്റെ പേരല്ലേ അസൂയ? ഈ അസൂയയുള്ള മനുഷ്യൻ അവന്റെ സർവ്വ നന്മകളും നശിപ്പിക്കുന്നവനാണ്. അവൻ എല്ലാ നിലക്കും നശിച്ചു പോകുന്നവനാണ്. അൽ ഹസദു യഅ്കുലുൽ ഹസനാതി കമാ യഅ്കുലുൻ നാറുൽ ഹതബ്. ഈ വിറകിനെ നശിപ്പിക്കും പോലെ അസൂയ നന്മകളെ നശിപ്പിക്കുന്നു. സുഹൃത്തുക്കളെ, ഈ അസൂയയിൽ നിന്നല്ലേ ഗീബത്തും നമീമത്തും വരുന്നത്? ഈ അസൂയയിൽ നിന്നല്ലേ പലരെയും കുറ്റം പറയുന്നത്, പലരെയും ചീത്ത പറയുന്നത്, പലരെയും നിസ്സാരപ്പെടുത്തുന്നത്, പലരെയും പരിഹസിക്കുന്നത്? അത് ഏറ്റവും വലിയ ബുഖലാണ് കേട്ടോ. ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, പറഞ്ഞിട്ട് പലയില്ലാത്ത കാല പറയുമ്പോൾ ദുനിയാ മൂസറത്തൻ, തെരഞ്ഞെടുക്കപ്പെടുന്ന ദുനിയാവ്, ഇലക്ഷൻ നടക്കുന്ന ദുനിയാവെന്നല്ല എന്റെ അർത്ഥം. ദുനിയാവിന്റെ വിഷയവും ആഖിറത്തിന്റെ വിഷയവും വരുമ്പോ ദുനിയാവിന് സ്ഥാനം കൊടുക്കുന്നു, ആഖിറത്തിന്റെ പ്രശ്നമല്ല. അങ്ങനെ ദുനിയാവിന് സ്ഥാനം കൊടുക്കുന്ന കാലം വദുനിയാ മൂസറത്തൻ വഹവം മുത്തബഅൻ, അനുകരിക്കപ്പെടുന്ന തടീച്ച ശരീരം എന്താണോ ആവശ്യപ്പെടുന്നത് അതിലേക്ക് നീങ്ങുന്നു. സുബഹിന്റെ സമയത്ത് ബാങ്ക് വിളിക്കാഞ്ഞിട്ടല്ല, ബാങ്ക് വിളിക്കാൻ മൈക്ക് വാങ്ങിച്ചു കൊടുക്കാഞ്ഞിട്ടല്ല, ബാങ്ക് വിളിക്കാൻ ആളെ നിശ്ചയിക്കാഞ്ഞിട്ടല്ല, ബാങ്ക് കേൾക്കാഞ്ഞിട്ടല്ല. ശരീരം കിടന്നുറങ്ങണമെന്ന് പറയുമ്പോ ശരീരത്തിന് വഴിപ്പെടുകയാണ്. സുബ്ഹാനല്ലാഹ്, ഹറാമായ കളിയും ഹറാമായ വാദ്യങ്ങളും ഹറാമായ പ്രവർത്തനങ്ങളും കാണരുത് എന്ന് പഠിക്കാഞ്ഞിട്ടല്ല, അവിടെ ഹറാമിലേക്ക് നീങ്ങുകയാണ്. തടീച്ചക്ക് വഴിപ്പെട്ട് ജീവിക്കുന്നു, വയത് പറഞ്ഞിട്ട് ഫലം കിട്ടുന്നില്ല. വഹവം മുത്തബഅൻ വഇജാബ കുല്ലി ദീ റയ്യിൻ ബിറയ്യിഹി, ഇതുപോലെ അവനവന്റെ അഭിപ്രായമാണ് ശരി എന്ന കണ്ണ് പൊങ്ങച്ചം, എന്നെക്കാൾ വലിയവനാര്, എന്നോട് പറയാനാര്, എന്നെക്കാൾ വലിയവനാര് എന്ന ചിന്ത മനസ്സിൽ വന്നുപോയാൽ എത്ര നല്ല നിലക്ക് ഉപദേശിച്ചാലും അത് രഹസ്യമായി പറഞ്ഞു കൊടുത്താലും നല്ല നന്മയോടുകൂടെ പറഞ്ഞു കൊടുത്താലും സുബ്ഹാനല്ലാഹ്, ഉപദേശം സ്വീകരിക്കുന്നതിന് പകരം പറഞ്ഞവനെ തിരിച്ചു കടിക്കാൻ എന്തുണ്ട് വഴിയെന്ന് ചിന്തിക്കുന്ന ഒരു ലോകമില്ലേ? ഹബീബായ നബി തങ്ങൾ പറയുന്നു, അങ്ങനത്തെ ലോകം വരുമ്പോൾ നിങ്ങളെ സ്വന്തം കാര്യം നോക്കിക്കോ. അബൂ തഅലബത്തെ ഫമൻ സബറ ഫീഹിന്ന ഖബദ അലൽ ജംറാ, തീക്കട്ട മുറുകെ പിടിച്ച് ജീവിക്കുന്ന പ്രയാസം അന്ന് അല്ലാഹുവിന്റെ ദീന് ക്ഷമിച്ച് മുറുകെ പിടിച്ച് ജീവിക്കുന്നവർക്കുണ്ടാകും. അന്ന് ക്ഷമിച്ച് ജീവിക്കുന്ന മനുഷ്യർക്ക് അതാ 50 ഷഹീദിന്റെ പ്രതിഫലം. വേറെ ചില റിപ്പോർട്ടിൽ, മറ്റു ചില ഹദീസിൽ 100 ഷഹീദിന്റെ പ്രതിഫലം. എന്തേ കാരണം? ആ കാലഘട്ടത്തിൽ ദീനെ മുറുകെ പിടിച്ച് ജീവിക്കുന്നവൻ പരിഹസിക്കപ്പെടും, അവനെ ചോദ്യം ചെയ്യപ്പെടും, അവനെ കളിയാക്കപ്പെടും, അവനെ അതാ കുറ്റം പറയാൻ ആളുണ്ടാകും, അവനെതിരെ സംസാരിക്കാൻ ആളുണ്ടാകും, ചാനലുണ്ടാകും, പത്രങ്ങളുണ്ടാകും. അങ്ങനത്തെ ഒരു കാലം വരുന്നു. ആ കാലഘട്ടത്തിൽ ക്ഷമിച്ച് ജീവിച്ചോ. ഞാൻ പിന്നെ പേടിച്ചിട്ട് പറഞ്ഞില്ലാന്ന്. എന്ത് പേടിയാന്നറിയങ്ങള്? ആ പേടി, ഒരാളിങ്ങനെ മലമൂത്ര വിസർജനം നടത്തിക്കൊണ്ടിരിക്കുമ്പോ പത്തിരിക്കഷ്ണം ഇങ്ങനെ കടിച്ചു നിന്നു, ഒരു ഭാഗത്തുനിന്ന് ഇങ്ങനെ വിസർജിക്കുന്നു, മറ്റേ ഭാഗത്ത് കടിച്ചു നിന്നു. അപ്പോ ഒരാൾ പോയിട്ടൊരു വാല് പറഞ്ഞു, മോനെ ഇത് ശരിയില്ല, ഇങ്ങനെ ഈ വിസർജിക്കുന്ന സമയത്ത് പത്തിരി തിന്നാൻ പാടില്ല. നിങ്ങൾ ആരാ മുസ്ലിയാരെ ചോദിക്കാൻ ഞാൻ ഇതിൽ കുത്തിയിട്ടാത്തുന്നെന്ന്. പിന്നാലില്ല, അവനോട് വാല് പറയാത്തല്ലേ അതല്ലേ? ഞാൻ വാല് പറഞ്ഞാൽ നെജസ് കൂട്ടി തിന്നു. മറ്റേ നെജസ് ഇങ്ങനെ ഒരു ഭാഗത്ത് പോകും, തിന്നുന്ന നെജസല്ല.
അപ്പൊ ഉള്ളയിൽ മോശമായി പോകും. അതുപോലെ ചിലപ്പോ അള്ളാന്റെ ദീനിന് വില കൽപ്പിക്കാതെ, പടച്ചവനെ ഭയപ്പെടാതെ, മരണത്തെക്കുറിച്ച് ചിന്തയില്ലാതെ, ഈ ദുന്യാവിന്റെ കാര്യലാഭത്തിലും സ്ഥാനമാനത്തിലും, ദുന്യാവിൽ ചിത്രം അതാ പത്രത്തിൽ വരണം, അതേ എനിക്ക് ചാനലിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടണം, എനിക്ക് സ്റ്റേജിൽ കയറിയിരിക്കണം, എനിക്ക് പ്രസംഗിക്കണം, എനിക്ക് കയ്യടി വാങ്ങണം, എനിക്ക് മറ്റുള്ളവരെല്ലാം എന്നെങ്ങനെ നോക്കണം, കാണണം, എന്നെ പറ്റി എല്ലാവരും പറയണം, അങ്ങനെ ജനങ്ങൾക്കിടയിൽ സ്ഥാനമാനം വേണം, എനിക്ക് അല്ലാഹുവിന്റെ അടുക്കൽ സ്ഥാനമാനം പ്രശ്നമല്ല എന്ന് ചിന്തിക്കുന്ന ജനങ്ങളോട് തെറ്റായ കാര്യത്തിന് ഇറങ്ങി പുറപ്പെടുമ്പോ നിങ്ങളതിനിറങ്ങല്ലേ എന്ന് പറഞ്ഞാൽ എന്ത് ഇസ്ലാമിടോ എന്നവനങ്ങ് ചോദിച്ചു പോയാൽ, എന്ത് ദീൻ അങ്ങനത്തെ ദീനാണെങ്കിൽ വേണ്ടാന്ന് പറഞ്ഞു പോയാൽ, ഇനി മുഹമ്മദ് നബി പറഞ്ഞാലും ഞാനത് സ്വീകരിക്കൂല എന്ന് പറഞ്ഞു പോയാൽ, അവൻ നേരത്തെ ചെയ്യുന്നത് കടുത്ത തെറ്റാണെങ്കിൽ ഈ വാക്ക് പറഞ്ഞതോടുകൂടി അവൻ ഇസ്ലാമിന്റെ പടികടന്ന് കാഫറായി പോയി കേട്ടോ. അതുകൊണ്ട് തന്നെ ഹബീബ് നബി തങ്ങൾ പറഞ്ഞില്ലേ, ബാദിറൂ ബിൽ അമാലി ഫിതനൻ ഖത്ഫയിൽ ലൈലിൽ മുഗ്നിനി യുസ്ബിഹു റജുലു മുഅ്മിനൻ വയുംസി കാഫിറാ വയുംസി മുഅ്മിനൻ വയുസ്ബിഹു കാഫിറാ. രാവിലെയായവൻ വൈകുന്നേരമാകുമ്പോ കാഫിറാകുന്ന കാലം വരും, വൈകുന്നേരം മുഅ്മിനായവൻ രാവിലെയാകുമ്പോ കാഫിറാകുന്ന കാലം വരും. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലായി പോയി സാധുക്കളായ നമ്മുടെ ജീവിതം. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ചില സന്ദർഭങ്ങളിൽ നല്ലത് പറഞ്ഞാൽ കൂടുതൽ ചീത്തയാകുമെന്ന് ഭയപ്പെട്ട് ചിലപ്പോൾ പറയാതിരിക്കേണ്ടി വരുന്നു. ഇപ്പൊ പിന്നെ അത് പേടിക്കണ്ട, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞു, ഇനിയിപ്പോ ആകേണ്ടതെല്ലായി കഴിഞ്ഞു. ഇനി ഇത് പറഞ്ഞിട്ട് ഇനിയും വരുമല്ലോ തെരഞ്ഞെടുപ്പുകളും പരിപാടികളൊക്കെ. അപ്പൊ ഈമാനുള്ള സ്ത്രീകൾ ഓർമ്മിച്ചു വെച്ചോട്ടെ, ഈമാനുള്ള പുരുഷന്മാർ ഓർമ്മിച്ചു വെച്ചോട്ടെ. എന്തേലും മോനെ നേരത്തെ ചോദിച്ചത്, പൂവൻകോഴി ഉറക്കെ കൂകും പെടക്കോഴി മെല്ലെ ദിക്റുചൊല്ലും, പുരുഷന്മാർക്ക് ബാങ്ക്, സ്ത്രീകൾക്ക് ഇഖാമത്ത് മാത്രം. സ്ത്രീകൾ ഉറക്കെ ശബ്ദിക്കാൻ പാടില്ല, സ്ത്രീകൾ പ്രത്യക്ഷപ്പെടാൻ പാടില്ല, സ്ത്രീകൾ രംഗത്ത് വരാൻ പാടില്ല. സ്ത്രീകൾ വഖർന ഫീ ബുയൂതികുന്ന വലാ തബറജന തബറുജൽ ജാഹിലിയത്തിൽ ഊലാ വഖിംനസ് സലാ. മർക്കസിന്റെ കലണ്ടർ എല്ലാവരും ഓരോന്ന് വാങ്ങണം. ഒരു 20 ഉറുപ്പ്യെങ്കിലും ചുരുങ്ങിയത് കൊടുത്ത് 20 ഉറുപ്പ്യ കൊടുത്തിട്ട് വാങ്ങണം. മർക്കസിന്റെ കലണ്ടർ ഞങ്ങളിപ്പോഴത്തെ ആയിരക്കണക്കിന് ആളുകൾ പഠിച്ച വലിയ ബറക്കത്തുള്ള സ്ഥാപനമാണ് മർക്കസ്. അല്ലാഹു തആല ഇനിയും അതിനെ പുരോഗമിപ്പിക്കുമാറാകട്ടെ. സുഹൃത്തുക്കളെ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ ഒരന്യപുരുഷനെ നോക്കൂല, ഒരന്യപുരുഷനുമായി അവരതാ രസിക്കൂല, അവരിൽ നിന്നൊരു തെറ്റുപോലും സംഭവിക്കൂല. അത്രയും സൂക്ഷ്മതയോടെ ജീവിക്കുന്ന മഹതികളാണ്. ആ മഹതികളോട് വരെ ഖുർആനിന്റെ നിർദ്ദേശം വീട്ടിലടങ്ങി ഒതുങ്ങിക്കഴിയണേ. വഖർന ഫീ ബുയൂതികുന്ന വലാ തബറജ്ന തബറുജൽ ജാഹിലിയത്തിൽ ഊലാ. നിങ്ങൾ ആ പഴയ കാലത്തുള്ള ജാഹിലിയ സ്ത്രീകൾ കാണിച്ചതുപോലെ ഭംഗി പ്രകടിപ്പിക്കരുതേ. വഖിംനസ് സലാ. നിസ്കാരം മുറക്ക് നിങ്ങൾ വീട്ടിലടങ്ങി ഒരുങ്ങിക്കഴിഞ്ഞ് നിർവഹിക്കണേ. വീട്ടിൽ നിന്ന് തന്നെ അവർ ഇബാദത്തുകൾ ചെയ്യണം. അങ്ങനെ സ്ത്രീകൾ അല്ലാഹുവിന്റെ ദീനനുസരിച്ച് ജീവിക്കണം. അത് കൂടി സൂചിപ്പിക്കാനാണ് ഞാനിപ്പോൾ ഈ കുട്ടിയോട് പൂവൻകോഴിയും പെടക്കോഴിയും തമ്മിലുള്ള വ്യത്യാസം ചോദിച്ചത്. ചിലർക്കൊരു തോന്നലാണ് ഇസ്ലാം സ്ത്രീകളെ പിടിച്ച് കുടുക്കിയിട്ട് കളഞ്ഞുവെന്ന്. ഓ മനുഷ്യ, നീ സ്ത്രീകൾക്ക് ചെയ്തു കൊടുത്തത് എന്താണ്? സ്ത്രീകളെ നിനക്ക് നിന്റെ ഇഷ്ടത്തിന് അനുഭവിക്കാൻ സമ്മതം നൽകാത്തതിന്റെ പേരിൽ
നീ പണ്ഡിതന്മാരെ പുച്ഛിച്ചു തള്ളുന്നുണ്ടാകാം. പക്ഷേ കൊടുക്കുന്നവനും തടയുന്നവനും അല്ലാഹു മാത്രമാണെന്ന് വിശ്വസിക്കുന്ന പണ്ഡിതന്മാർക്ക് അതാ സൃഷ്ടികളെ സംബന്ധിച്ച് ചിന്തിക്കേണ്ടതില്ല, സൃഷ്ടാവിനെ കുറിച്ച് മാത്രമേ ചിന്തിക്കേണ്ടതുള്ളൂ. ആ സൃഷ്ടാവിന്റെ വെള്ളമാ കുടിക്കുന്നത്, അവന്റെ ഓക്സിജനാ ശ്വസിക്കുന്നത്, അവന്റെ ഭക്ഷണമാ കഴിക്കുന്നത്. ചോദിക്കട്ടെ, ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്ക് ആരോഗ്യം തരാൻ കഴിയോ? ഏതെങ്കിലും അമേരിക്കയുടെ പ്രസിഡന്റിന് സ്വന്തം വായിലെ പല്ലിൽ നിന്ന് പല്ലുവേദന വന്നാൽ അത് വീറ്റോ ചെയ്യാൻ കഴിയോ? സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസിന് സ്വന്തം വയറ്റുന്ന വേദനയായാൽ അത് സ്റ്റേ ചെയ്യാൻ കഴിയോ? ഇവിടെ ആകാശങ്ങളും ഭൂമികളും സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഉറുമ്പുകൾ മുതൽ ആനകൾ വരെ സസ്യങ്ങൾ മുതൽ മത്സ്യങ്ങൾ വരെ എല്ലാം സൃഷ്ടിച്ച് പോറ്റി വളർത്തുന്നൊരു നാഥനില്ലേ? ആ നാഥനല്ലേ കൊടുക്കുന്നവനുള്ളൂ, അവനല്ലേ തടയുന്നവനുള്ളൂ. ആ റബ്ബിനെ ഭയപ്പെട്ട് ജീവിക്കുന്നവർക്ക് മൻ ഖാഫല്ലാഹ ലം യഖ്ഫലൈഹി ശൈഅ, അവർക്കൊന്നും അവ്യക്തമല്ല, അവർക്ക് അല്ലാഹുവിന്റെ അടുക്കൽ സ്ഥാനമുണ്ട്. അവരല്ലാഹുവിന്റെ ദീൻ പ്രചരിപ്പിക്കുന്നവരാണ്. അതുകൊണ്ടാണ് അല്ലാഹു തആല ആ പണ്ഡിതന്മാരെ മുന്നിട്ട് സത്യം ചെയ്തത്. വസാഫാതി സഫാ ഫസ്സാജിറാതി സജിറാ ഫത്താലിയാതി ദിക്റാ. ഖുർആനോദി ഉത്ബോധനം നടത്തി ജനങ്ങളെ തടയേണ്ടതിൽ നിന്ന് തടയുന്ന അണിയൊപ്പിച്ച് പ്രവർത്തിക്കുന്ന പണ്ഡിതന്മാരെ തന്നെയാണ് സത്യം. ഇന്ന ഇലാഹക്കും ലവാഹിദ്, നിങ്ങളുടെ ആരാധ്യനായ അല്ലാഹു ഏകനാണ് കേട്ടോ. അല്ലാഹുവിനെ കുറിച്ചുള്ള ബോധം വേണം. ആ ബോധമുണ്ടാകാൻ ആദ്യമായി അല്ലാഹുവിന്റെ പേര് പ്രസവിക്കപ്പെട്ട ഉടനെ കുട്ടിയുടെ വലച്ച് ചവിട്ടിൽ കേൾക്കണം, എടുത്തേ ചവിട്ടിൽ കേൾക്കണം. അല്ലാഹു അക്ബർ. ഇനി അത് തുടരെ മരിക്കുന്നത് വരെ 5 നേരം കേൾക്കണം. ഒരു പ്രാവശ്യമല്ല. ബാങ്കിൽ മാത്രം അല്ലാഹുവിന്റെ പേര് എത്ര പ്രാവശ്യ പറയുന്നത്? ഇഖാമത്തിൽ എത്ര പ്രാവശ്യ പറയുന്നു? അങ്ങനെ 50 പ്രാവശ്യം ഒരു ദിവസം കേട്ടുകൊണ്ടേയിരിക്കണം. അങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കണം. അപ്പോഴാണ് ആത്മാവിന് ശക്തി ഉണ്ടാകുക. അതിങ്ങനെ ബാങ്ക് ഇങ്ങനെ കേട്ടുകൊണ്ടേ മരിക്കുന്നവരെ കേൾക്കന്നെ, ഉറക്ക ബാങ്ക് കേൾക്കന്നെ. പ്രസവിച്ച ഉടനെ മുതൽക്ക് എപ്പോഴും കേൾക്കണം ബാങ്ക്, അല്ലാഹുവിന്റെ പേര്. അപ്പൊ അല്ലാഹുവിന്റെ പേരിങ്ങനെ കേട്ടുകൊണ്ടിരുന്നാൽ ആത്മീയമായ ആരോഗ്യം ഉണ്ടാവും. ഉത്ബോധനം കേട്ടുകൊണ്ടിരുന്നാൽ ആത്മീയമായ ആരോഗ്യമുണ്ടാകും. നിസ്കരിച്ചുകൊണ്ടിരുന്ന ആത്മീയമായ ആരോഗ്യം ഉണ്ടാവും. ആത്മാവിന്റെ ഭക്ഷണം ആദ്യം കൊടുക്കണം.